ഹായ്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഇന്ന് സ്കൂളെല്ലാം തുറന്ന് കുട്ടികളുടെ സ്കൂളിൽ പോയി. നല്ല കളർഫുൾ ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ ദയനീയം എന്ന് പറയട്ടെ, ഇന്ന് വളരെ മോശപ്പെട്ടൊരു വാർത്ത കാണാനിടയായി. വളരെ വിഷമം തോന്നിയത് കണ്ടപ്പോൾ. അടൂരിലുള്ള സ്കൂളിൽ ഒരു കുട്ടി മുടിവെട്ടി ശരിയായില്ലെന്നും പറഞ്ഞ് ആ കുട്ടീനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. പക്ഷേ ആ പുറത്താക്കിയതെന്ന് വെച്ചാൽ ആ സ്കൂളിലെ നിയമമാണത്. അത് പുറത്താക്കാനുള്ള കാരണം ആരാ? ഈ കുട്ടി രക്ഷിതാക്കളാണ്. ഒരു രക്ഷിതാക്കൾ ശ്രദ്ധിക്കണ്ടേ ഈ കുട്ടി എങ്ങനെ സ്കൂളിൽ പോണേ, ഡ്രസ്സ് എങ്ങനെ ഇട്ടിരിക്കണേ, മുടി എങ്ങനെ വിട്ടിരിക്കണേ, എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾ ശ്രദ്ധിക്കണ്ടേ? സ്കൂള് പറയുന്നത് സ്കൂളിൻ്റെ നിയമങ്ങളാണത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഓരോ നിയമങ്ങളുണ്ടല്ലോ, അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുട്ടിക്കും ഓരോ നിയമമല്ലല്ലോ, പല നിയമമാണെങ്കിൽ പിന്നെ സ്കൂൾ മുന്നോട്ട് പോയില്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? മാതാപിതാക്കൾ ശ്രദ്ധിക്കണ്ടേ? അതല്ലാതെ ഈ തെറ്റും ചെയ്ത് പിന്നെ മാതാപിതാക്കൾ വന്ന് ഈ അധ്യാപകരെയും മാനേജ്മെൻറ്റിനെയും തെറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ മക്കളെ ശ്രദ്ധിക്കണ്ടേ? ആ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിട്ട് മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നതും പെങ്ങന്മാരെ റേപ്പ് ചെയ്യുന്നതും ഇതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധിക്കണം. അതല്ലാതെ മക്കൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ മെക്കിട്ടൊന്നും കയറില്ല ചെയ്യേണ്ടത്. എന്ന് മുതലാണോ അധ്യാപകരുടെ വാക്കിന് വില കൽപ്പിക്കാതെ ആയത്? അന്ന് മുതൽ പിള്ളേർ നശിച്ചു തുടങ്ങി. നശിച്ച് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി നശിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ പ്രവൃത്തി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ അധ്യാപകർ ഈ പിള്ളേരെ ശ്രദ്ധിക്കാത്തത്. ഇതുപോലെ തെറ്റ് കണ്ടാൽ അവർ ശിക്ഷിക്കും എന്ത് ചെയ്യും? ഈ മാതാപിതാക്കൾ വരും, അവർ ചീത്ത പറയും, അവരായിട്ട് വഴക്കുണ്ടാക്കും. അപ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവർക്കിപ്പോൾ എന്താ പ്രശ്നം? അവർ ശമ്പളം കിട്ടില്ലേ? നിങ്ങളുടെ മക്കൾ നശിച്ചു പോയാൽ അവർക്ക് എന്താ? അവരൊരു ശമ്പളം കിട്ടും. അപ്പോൾ അത്രയ്ക്കേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഓരോ രക്ഷിതാക്കൾ വന്നിട്ട് ഇതുപോലെ ചെയ്തു പറഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ആരും ശ്രദ്ധിക്കാൻ പോവില്ല. മക്കൾ ഇതുപോലെ കഞ്ചാവ് അടിച്ച് മയക്കുമരുന്നും കഴിച്ച് ലാസ്റ്റ് മക്കള് അപ്പനമ്മയും തല്ലിക്കൊല്ലും. ആ കാലത്തൂടെ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ പോകുള്ളൂ. ഓക്കെ.